എന്നെ പറഞ്ഞു വിടാൻ വേണ്ടി ഒരുപാട് പ്രഷർ അവർക്ക് വന്നപ്പോൾ അവർ ആ ദേഷ്യം എന്നോട് കാണിച്ചത് എന്നെ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിട്ട് അവർക്ക് നിർബന്ധമായിട്ട് ഞാൻ ആ റൂമിൽ നിന്ന് പോകണമെന്ന് അവരുടെ ആവശ്യമായിരുന്നു. കാരണം അവരുടെ പുതിയ സ്റ്റാഫുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, എന്നെപ്പോലെ തന്നെ പറ്റിക്കപ്പെടുന്ന കുറേ പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോട് ഞാൻ ആ കഥ പറയും എന്നുള്ള കാരണം അവർക്ക് എന്നെ അവിടുന്ന് പുറത്താക്കണം. പിന്നെ എംബസി അവരെ പ്രഷർ ചെയ്തു, പിന്നെ നാട്ടിൽ നിന്നുള്ള ഫോൺ വിളികൾ എല്ലാം കൂടെ പോലീസ് കോൺടാക്ട് ചെയ്തു. എല്ലാം കൂടെ ആയപ്പോൾ അവരെന്നെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അപ്പോൾ അവരെന്നെ പറഞ്ഞു വിടുമ്പോൾ അവരെന്നോട് കാണിച്ചത് എന്താ വെച്ചാൽ എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് തന്നു. രാത്രി 11 മണിക്ക് എന്നെ ബോംബെയിലേക്ക്, കുവൈറ്റിൽ നിന്ന് ബോംബെയിലേക്ക് കയറ്റി വിട്ടിട്ട് പിന്നെ എനിക്ക് അടുത്ത ഫ്ലൈറ്റ് കിട്ടുന്നത് പിറ്റേ ദിവസം രാത്രി 7 മണിക്കാണ് എനിക്ക് ആ ഫ്ലൈറ്റ് കിട്ടുന്നത്. അത്രയും 12 മണിക്കൂർ ഞാൻ പട്ടിണിയായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു രൂപയില്ലെന്ന് അവർക്കറിയാം, എൻ്റെ കയ്യിൽ ഫോണില്ലെന്ന് അവർക്കറിയാം. മനഃപൂർവ്വം എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി അവരെന്നെ കയറ്റി വിട്ടത് അങ്ങനെയാണ്. കുറേ പേരുടെ സഹായം അവിടെയും. പക്ഷേ എനിക്ക് അവിടുത്തെ ഒരാളെ, എനിക്ക് ഒരു തമിഴ്നാട്ടിലുള്ള ഒരു ഗോപി എന്ന് പറഞ്ഞ ഒരാളെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. എൻ്റെ അടുത്ത സീറ്റിലുണ്ടായിരുന്നത് അയാളോട് ഞാൻ എനിക്കൊരു ഫോൺ തരുമോ, എനിക്കൊന്ന് എൻ്റെ അനിയനെ കോൺടാക്റ്റ് ചെയ്യാനാണ് പറഞ്ഞപ്പോൾ അയാൾ ഫോൺ തന്നു. അയാളാണ് എനിക്ക് ഭക്ഷണം മേടിച്ചതെന്ന് എന്നെ അടുത്ത ഫ്ലൈറ്റ് കയറ്റി വിടണേ. ദിവസങ്ങളോളം പട്ടിണി കിട്ടു, കഠിനമായി ടോർച്ചർ ചെയ്തു, പറഞ്ഞ ജോലി ചെയ്യിപ്പിക്കാതെ പലതും ചെയ്യിച്ച് കഷ്ടപ്പെടുത്തി. എങ്ങനെയൊക്കെയോ പുറത്തു കടന്ന് തിരികെ കേരളത്തിലെത്താനായി. പുതുജീവിതമാണ് എനിക്ക് ലഭിച്ചത്. എന്നെപ്പോലെ അനേകം മലയാളി യുവതികൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുവൈത്തിൽ ഹെൽപ്പർ ജോലിക്കായി പോയി കബളിപ്പിക്കപ്പെട്ട യുവതിയുടെ വെളിപ്പെടുത്തലാണിവ. വലിയ വീട്ടിൽ കഠിനമായ ജോലികൾ ചെയ്യിപ്പിച്ചു. രാവിലെ 6 മുതൽ രാത്രി 12 വരെ പണിയെടുപ്പിച്ചു. വിശന്നപ്പോൾ ഭക്ഷണം പോലും തന്നില്ല. കഴിഞ്ഞ ദിവസം അഭ്രപാളികളിലെത്തിയ ആടുജീവിതം എന്ന നജീബിന്റെ കഥയെ വെല്ലുന്ന സംഭവമാണ് ഈ പഴയന്നൂർ സ്വദേശിനിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്നെ ഇവിടുന്ന് ഹെൽപ്പർ ജോലിക്ക് വേണ്ടിയിട്ടാണ് എറണാകുളത്തുള്ള ഷാഹുൽ എന്ന് പറഞ്ഞ ആളുടെ കീഴിലാണ് ഞാൻ പോണത്. കുവൈറ്റിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. അവിടെ പോയിട്ട് ഹെൽപ്പർ ജോലി എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ പോയിട്ട് അവർ ചീറ്റ് ചെയ്യുമായിരുന്നെന്നും അവിടെ പോയിട്ട് ഓരോ അറബികളുടെ വീട്ടിലേക്ക് സ്പോൺസറെ കിട്ടാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞിട്ട് ഓരോ അറബികളുടെ വീട്ടിലാക്കുകയാണ് ചെയ്തത്. അവിടെ പോയിട്ട് എനിക്ക് ഒരുപാട് പട്ടിണി, 4 ദിവസവും ഒക്കെ പട്ടിണി ഞാൻ കിടക്കേണ്ടി വന്നു. അങ്ങനെ പട്ടിണി കിടന്നിട്ട് പിന്നെ ഒരുപാട് ജോലിയും പേടിച്ചിട്ട് ഞാൻ കുറേ ജോലിയൊക്കെ ചെയ്തു. പിന്നെ എനിക്കിത് പറ്റില്ല എന്നായപ്പോൾ ഞാൻ അവിടുത്തെ ഏജൻസിയോട്, ഇവിടുന്ന് കൊണ്ടുപോയ ആൾ അവിടെ ഒരു ഏജൻസിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോയത്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞപ്പോൾ അവർ നമ്മളെ ഷൗട്ട് ചെയ്ത് പിന്നെയും ജോലി ചെയ്യാൻ നിർബന്ധിക്കുകയാണ് ചെയ്തത്. അവർ കുറേ വൃത്തിയായിട്ട ഭാഷയിലാണ് അവർ നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യണത്. എന്നിട്ട് അവിടുത്തെ ഞാൻ ജോലി ചെയ്യണില്ല എന്ന് കണ്ടപ്പോൾ അവിടുത്തെ അറബി എന്നെ ഓഫീസിലത്തെ റൂമിൽ കൊണ്ടുവന്നാക്കി. പിന്നെ ഓഫീസിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, മണ്ണാർക്കാടുള്ളൊരു സ്ത്രീയാണ്. അവരുടെ പേര് എനിക്കറിയില്ല. പിന്നെ ഷാജി എന്ന് പറഞ്ഞൊരു ഏജൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ റെജി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇവർ 3 പേരും മഹാമോശമായിട്ടാണ് എന്നോട് പെരുമാറിയത്. എനിക്ക് ഭക്ഷണമൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. എന്നെപ്പോലെ തന്നെ അവിടെ വേറെ കുറേ പേരുണ്ട്. അവരെല്ലാവരും ഇവരെ പേടിച്ചുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്. ഇവരെന്നെ ആ ഓഫീസിലാക്കിയപ്പോൾ തന്നെ എന്നെ ലോക്കാക്കി എൻ്റെ അടുത്ത് ഫോൺ മേടിച്ചു വെച്ചു. എൻ്റെ ഫോൺ ഇപ്പോഴും ഷാജി എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിലാണ് ഇരിക്കണത്. ഞാൻ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫോൺ തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവരെൻ്റെ ഫോൺ മേടിച്ച് വെച്ചതിന് ശേഷം ഞാൻ ഒരാളായിട്ട് കോൺടാക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നെ മനഃപൂർവ്വം കുറേ ലോക്കാക്കി. എന്നിട്ട് ഞാൻ എൻ്റെ ഫോൺ പോകുമെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ അനിയനെയും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വഴിയാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടും പിന്നെ എൻ്റെ നാട്ടിലുള്ളവർ ഇടപെട്ടിട്ടുമാണ് എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. ഇപ്പോഴും എൻ്റെ പരിചയത്തിൽ കുറേ പേര് എന്നെക്കാളും കഷ്ടത്തിൽ, ഞാൻ മാത്രമാണ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട കുറേ പേര് അവിടെ പെട്ട് കിടക്കുന്നുണ്ട്. എൻ്റെ കൂടെ ഞാൻ മാത്രമായിരുന്നില്ല, എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെ ഉണ്ടായിരുന്നു. അവൾ തൊടുപുഴയുള്ള കുട്ടിയാണ്. അവളേനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു അറബി സ്ത്രീയും അവരുടെ ഡ്രൈവറും വന്ന് അവിടുന്ന് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അത് കണ്ടപ്പോൾ തന്നെ അന്ന് എനിക്കൊരു ഷോക്കായതാണ്. കാരണം ഞങ്ങളെ ഒരുമിച്ച് എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയിട്ട്
എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു ജോലിക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. എൻ്റെ അച്ഛൻ വയസ്സായതാണ്, എനിക്ക് 2 മക്കൾ, അവരെ വളർത്താൻ വേണ്ടിയാണ് ഞാൻ അവരെ പഠിപ്പിക്കണം എന്നുള്ള ഒരൊറ്റ കാര്യത്തിലാണ് ഞാൻ ഇതിനൊക്കെ പോയി നിന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെയുള്ളൊരു അനുഭവത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് തിരിച്ചു കയറേണ്ടി വന്നത്.